ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ക്യാമ്പിന്റെ ഭാഗമായി അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഔഷധോദ്യാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഔഷധ ചെടികൾ നട്ടുപിടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.ഐ. ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് ആയുർവേദ ഡിസ്പെൻസറി. അതേപോലെ നമ്മൾ നേരെ കാണുന്ന PHC സ്ഥാപനം, അതേപോലെ തന്നെ ഈ ക്യാമ്പസിൻ്റെ പുറത്തുള്ള ഹോമിയോ ഡിസ്പെൻസറി. ഈ ക്യാമ്പസിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സപ്തദിന ക്യാമ്പ് ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിലെ NSSൻ്റെ കുട്ടികൾ ഉൾപ്പെടുന്ന കുട്ടികൾ ഇന്നലെ മുതൽ 31-ാം തീയതി വരെ 7 ദിവസത്തെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ആ 7 ദിവസത്തെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആനക്കലിലെ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ വന്നിരിക്കുന്നത്. ഈ ക്യാമ്പസിൽ വന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഔഷധത്തോട്ടങ്ങൾ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ഔഷധത്തോട്ടങ്ങൾ ആരംഭിക്കണമെന്നുള്ള വളരെയധികം ഗൗരവകരമായിട്ടുള്ളൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ ഔഷധത്തോട്ടം ആരംഭിക്കാൻ പോകുന്നത്. ഒരു 3 മാസം മുൻപ് ഇതിൻ്റെ പരിസര പ്രദേശത്ത് നമുക്ക് മുന്നിൽ കാണാം. ഈ പ്രദേശത്തൊരു ഗാർഡൻ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമ ഫലമായിട്ട് നമ്മൾ ആരംഭം കുറിച്ചു. അതിനുശേഷമാണ് ഈ പ്രദേശത്ത് ഔഷധ സസ്യങ്ങളുടെ ഒരു ഉദ്യാനത്തിന് ആരംഭം കുറിക്കുന്നത്. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദ, PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ്, ഫാർമസിസ്റ്റ് ദീപ സുധീഷ്, അധ്യാപകരായ ശ്രീനിവാസൻ MA, അഭിദാസ് TT, അനിത VG, മായ, ബിന്ദു NSS, വളണ്ടിയർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. വെള്ളത്തിൻ്റെ കാര്യമായാലും മണ്ണിൻ്റെ കാര്യമായാലും ഒക്കെ എന്ത് തരം വികസനമാണ്? സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള രീതിയിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ വളരുകയും എന്നാൽ നമുക്ക് ഇനി വരുന്ന തലമുറകൾക്ക് വളരാനുള്ളത് വികസനത്തിനായിട്ടുള്ള ബാക്കി വെച്ചുകൊണ്ട് മാത്രം. കാരണം ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നു, അപ്പോൾ അതങ്ങോട്ട് തീർന്നു അല്ലേ? അപ്പോൾ പല സാധനങ്ങളും തീരാറായിക്കൊണ്ടിരിക്കുക, അതുപോലെ പല റിസോഴ്സസുകളും വിഭവങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അല്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിച്ച് വരും തലമുറകൾക്ക് ബാക്കി വെച്ചുകൊണ്ടുള്ളൊരു വികസനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് വെള്ളമായാലും ഭക്ഷണമായാലും എന്തായാലും ചെടികളായാലും എല്ലാം നമ്മൾ ആ രീതിയിൽ കണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം. എങ്കിൽ കുറച്ച് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ, എൻ്റെ അടുത്ത് വരാറുണ്ട്, ഇനി പനി വന്നാലോ കുറച്ച് പാരസെറ്റമോൾ ഇരുന്നോട്ടെ, അപ്പോൾ നമ്മൾ 10 പാരസെറ്റമോൾ എഴുതും. അപ്പോൾ ഇനി എനിക്ക് പനിയുള്ള ഒരാൾക്ക് കൊടുക്കാൻ ചിലപ്പം മരുന്നുണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് ഇനി വരുന്ന തലമുറകൾക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് മുന്നോട്ട് പോകാം.